തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു വിചാരണ കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരായത്. വിചാരണ പുനരാരംഭിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് കോടതി കേസ് പരിഗണിച്ചത്. കേസിലെ 2-ാം പ്രതിയായ ആന്റണി രാജു ഇന്ന് രാവിലെയാണ് വിചാരണ കോടതിയിൽ ഹാജരായത്. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരാവുകയായിരുന്നു. എംപിമാരും MLA-മാരും പ്രതികളായ കേസുകൾ വിചാരണ നടത്താൻ പ്രത്യേക കോടതികളുണ്ടെന്ന കാര്യം ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തെപ്പറ്റി സുപ്രീം കോടതി വിധികളുണ്ടെന്നും അഭിഭാഷകൻ സൂചിപ്പിച്ചു. തുടർന്ന് ഇത് വ്യക്തമാക്കി ഹർജി സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഒപ്പം കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയും വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തു. കേസിലെ 1-ാം പ്രതിയും ഇന്ന് കോടതിയിൽ ഹാജരായി. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. തുടർന്ന് വിദേശിയെ വെറുതെ വിടുകയും ചെയ്തു. കോടതിയിൽ സൂക്ഷിച്ച അടിവസ്ത്രം ക്ലർക്കിന്റെ സഹായത്തോടെ വാങ്ങിയ അന്നത്തെ അഭിഭാഷകനായ ആന്റണി രാജു അത് വെട്ടിച്ചുരുക്കിയെന്ന് പിന്നീട് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് കേസ് 2006-ൽ വീണ്ടും കോടതിയിലെത്തിയെങ്കിലും വിചാരണയില്ലാതെ 16 വർഷം തുടർന്നു. അതിനു പിന്നാലെയാണ് വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നത്. ജനം, തിരുവനന്തപുരം.